ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മന്ത് ടു ഡിസംബർ മന്ത് അവിട്ടം നക്ഷത്രത്തിനുള്ള റീഡിംഗ് ആണ്. സോ എന്താണ് നിങ്ങൾക്ക് മെയ് മന്ത് ടു ഡിസംബർ മന്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത് നോക്കാം. ഓവർ ദ ബേസ് കാർഡ് എനിക്ക് കാണുന്നത്, നിങ്ങൾക്കൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിങ്ങൾ എന്ത് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൻ്റെ അഭാവം നിങ്ങൾ റേസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇഫ് ഐ ഹാഡ് എ ലിമിറ്റേഷൻ, എനിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ആ ഒരു ലിമിറ്റേഷനെ ഞാൻ പേടിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യില്ല. ഓക്കെ, ആ ഒരു ലിമിറ്റേഷനെ നിങ്ങൾ പുഷ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. ടാരോട്ട് കാർഡ് അറ്റ് ദ എൻഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഐ എം സീയിങ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ. യുവർ പാഷൻ ഇഗ്നൈറ്റ്സ്. നിങ്ങൾക്ക് പലർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവാം. 2025 ദർ ഈസ് എ ചാൻസ് ദാറ്റ് യു വിൽ മീറ്റ് യുവർ ട്വിൻ ഫ്ലെയിം. ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി വേസ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സിമിലർ എനർജി ആയിരിക്കും, ഒരേപോലത്തെ എനർജി ആയിരിക്കും. അപ്പോൾ ചിലർക്ക് ഒരേപോലെയുള്ള ആൾക്കാർ അടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഓപ്പോസിറ്റ് അട്രാക്ട് ആൻഡ് ലൈക്ക് റിപ്പൽ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഒരേപോലത്തെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇവരെ തൊട്ട് വിട്ടിട്ട് പോകാനും വയ്യ. അങ്ങനത്തെയുള്ള കണക്ഷൻസിനെയാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് കാണുന്നത്, വേർ ക്യാൻ ഐ ആസ്ക് ഫോർ മോർ ഹെൽപ്പ് ഇൻ മൈ ലൈഫ്. ഹെൽപ്പ് ചോദിക്കുക, ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ചിലർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും, പക്ഷെ അവരെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം ജഡ്ജ്മെൻറ്റ്, അതായത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കാതിരിക്കരുത്. ഓക്കെ, നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഹാർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഐ എം സീയിങ് ഫ്ലറിഷ് കാർഡ്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഓൾറെഡി പഠിച്ച ആളാണ് എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾ അതിലൊരു ഇന്നർ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ ഒരു ഇന്നർ ലൈറ്റ് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് എ ന്യൂ എർത്ത്, ഇറ്റ്സ് ഹാപ്പനിങ്, കീപ് ഹോൾഡിങ് യുവർ വിഷൻ. നിങ്ങൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല, അതായത് ഇതുവരെ വർക്കൗട്ട് ചെയ്തു പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള വിചാരിച്ച് നിൽക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പുഷ് കിട്ടുന്നുണ്ട്, ഒരു ന്യൂ ഗ്രോത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് സൺ കാർഡ്. 2025 ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടും. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പാഷനോട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു വിത്ത് ദ സൺ കാർഡ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നസെൻ്റ് ആയിട്ട് ഒരു ബേബി എങ്ങനെ ബോണായിട്ട് തുടക്കത്തിൽ നിന്ന് തുടങ്ങുന്ന എന്തൊരു കാര്യത്തിലും സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഉള്ള കാര്യത്തിൽ നിങ്ങൾ പുഷ് ചെയ്യുന്നതല്ല, പുതിയ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പുഷ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഐ എം സേയിങ് ദ നൈറ്റ് ഓഫ് സോർട്സ് എനർജി. നിങ്ങൾ പലതിലും ഒരു അറ്റത്തെത്തിയിട്ടുണ്ട്, പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം പോകാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ താഴെ ഒരു കുഴിയാണ്. ഓക്കെ, ഇതിന് രണ്ട് മെസ്സേജസ് ഉണ്ട്. ഒന്ന്, ദൈവമായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചില കുഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ പോകാണ്ടാത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള മെസ്സേജാണ്. യു ആർ ഗോയിങ് ഇൻ ദ റോങ് പാത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഐ എം സീയിങ് എ ഡെവിൾ ഇൻ ആക്ഷൻ. നിങ്ങളുടെ ചുറ്റിലുമുള്ള പലരും നിങ്ങളുടെ മേലെ ഇവിൽ ആയി വയ്ക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവാം. ട്രാപ്ഡ് ഇൻ കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ, മെൻ്റൽ ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, നിങ്ങൾക്ക് അതിനകത്ത് സ്ട്രക്കായിപ്പോയി, അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാനും വഴിയ, പക്ഷെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ടതാനോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നുള്ള കൈൻഡ് ഓഫ് ഏതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് 5 ഓഫ് സോർഡ്സ് എനർജി. നിങ്ങൾ ഒരു ഫൈറ്റിംഗ് ഫേസിലാണെന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താലും ഇതിനകത്ത് നിങ്ങൾക്ക് വിന്നിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ മുന്നിൽ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാർ ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. നന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആൾക്കാരും ശരിയല്ല. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ബേസിക്കലി നോട്ട് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ഹൂ സ്മൈൽ മോർ, പീപ്പിൾ ഹൂ ലാഫ് മോർ, പീപ്പിൾ ഹൂ ടോക്ക് വെരി ഗുഡ് അബൌട്ട് യു. അതായത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അയ്യോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ ബട്ടർ ചെയ്യുന്നുണ്ട് നിങ്ങൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ദേ ആർ ദ പീപ്പിൾ ഹൂ ടോക്ക് ബിഹൈൻഡ് യുവർ ബാക്ക്. മോസ്റ്റ് ഓഫ് ദം, എല്ലാവരും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദം നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ചൊരു ഐഡിയ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഈ ആൾക്കാരെന്ന് പറയുന്നതായിരിക്കും നിങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ മോശം പറയുന്നതും നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഒരു മുഖം ഇങ്ങനെ ഭയങ്കര പ്ലസൻ്റ് അല്ലാത്ത പിടിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഓടി വന്ന് നിങ്ങളുടെ സംസാരിക്കാത്തയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് മോശം ആൾക്കാരെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നോ, അവർക്കൊരു ലനതയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ദേ ഡോണ്ട് വാണ്ട് ടു നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇൻ്റർഫിയർ ചെയ്യണ്ട, അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ദ അതർ പീപ്പിൾ നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സോപ്പിടുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ബട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോൾ നിങ്ങളെപ്പറ്റി മോശം പറയുന്നത് വിൽ ബി ദോസ് പീപ്പിൾ. ഓക്കെ, അതുകൊണ്ട് നെവർ ട്രസ്റ്റ് പീപ്പിൾ ഹു സ്മൈൽ മോർ ഓർ പീപ്പിൾ ഹു നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകരുത്. ഓക്കെ, ദ നെക്സ്റ്റ് ഐ എം സീയിങ് ഈസ് ദ 3 of Wands energy, which means the travel. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിപരമായിട്ടും നിങ്ങളുടെ ഒരു സക്സസ് പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഇരിക്കുന്ന പ്ലേസ് ആവണമെന്നില്ല. നിങ്ങൾക്ക് പലപ്പോഴും ഒരു ട്രാവൽ ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലുള്ള സ്ഥലത്തായിരിക്കും നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നിങ്ങൾക്ക് പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ പുറത്ത് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. ഐ എം സീയിങ് 4 of Pentacles energy. നിങ്ങൾ രാത്രിയിൽ ഉറക്കമില്ലാതെ എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ് കിട്ടും. നിങ്ങളുടെ ഹാർഡ് വർക്ക് വിൽ ബി പെയ്ഡ് ഓഫ് എന്നുള്ളത് കാണുന്നു. 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കഷ്ടപ്പാട് പെടുന്നത്, പക്ഷേങ്കിൽ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. നിങ്ങൾ മണി സേവിങ്ങിനെ പറ്റിയിട്ട് മണി സേവ് ചെയ്ത് വെക്കണം, അത് എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് 5 of Wands energy as well, which means നിങ്ങളുടെ ചുറ്റിലുമുള്ളവരിൽ നിന്നും ഫൈറ്റിംഗ് ഫേസ് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതായത് നിങ്ങളുടെ ഒരു കാര്യം കൊണ്ടായിരിക്കില്ല, അവരുടെ കയ്യിലെ ഇരിപ്പ് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ ഈ ഒരു ഫൈറ്റിംഗ് ഫേസ് നിങ്ങളൊരു 5 മാസം വരെ സഹിക്കേണ്ടി വരുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് കാണുന്നു. ഓക്കെ, എനിക്ക് ഒരു സക്സസ് ആണ് കാണിച്ചു തരാനുള്ളത്. സക്സസ് ഇൻ ദ സെൻസ് ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പുതിയതായിട്ട് തുടങ്ങണം, നിങ്ങളായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആവണം, വിച്ച് മീൻസ് ഒരു ഇന്നസെൻറ്റ് കുട്ടി എന്നുള്ള ഫേസ് സ്റ്റാർട്ട് ആവുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേസ് ആണെന്നുള്ളത് തോന്നുന്നു. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് തോന്നിയിട്ടുണ്ടാവാം. ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസിലൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഫൈറ്റിംഗ് ഫേസ് 5 മാസം കൂടി ഉണ്ട്. അതിനുശേഷം യു ക്യാൻ എക്സ്പെക്ട് എ ചേഞ്ച്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഈ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്ന എല്ലാ പണികൾക്കും നിങ്ങൾ രാത്രിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.